നമസ്കാരം. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. മുന്നണികളും നേതാക്കളും കൂടുതൽ ആവേശത്തോടെ പ്രചരണ രംഗത്ത് സജീവവും. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ CPM-ൽ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദനായിരുന്നു താരപ്രചാരകരിൽ പ്രമുഖനെങ്കിൽ ഇത്തവണ അത്ര പ്രാമുഖ്യം അദ്ദേഹത്തിന് ലഭിക്കുന്നോ എന്നൊരു സംശയമുണ്ട്. ഇതിന് VS നൽകുന്ന മറുപടി ഏറെ ശ്രദ്ധയാകർഷിക്കുന്നതാണ്. ചില താരങ്ങളുടെ അവസാന കാലഘട്ടം ചുവപ്പ് ഭീമനായിട്ടായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. ഉള്ളിലെരിയുന്ന ചെങ്കനലുകൾ താരങ്ങളെ വളർത്തുന്ന ഘട്ടമാണത്രേ അത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഞാൻ പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ല. ആസുരമായ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണത്. താരപ്രചാരക പട്ടികയിൽ ഇല്ല എന്ന വാർത്തകൾക്കാണ് VS മറുപടി നൽകുന്നത് എങ്കിലും ചെന്നുകൊള്ളുന്നത് പാർട്ടിക്ക് തന്നെയാണ്. CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ താരപ്രചാരകരുടെ പട്ടികയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ ഇളമരം കരീം വരെയുള്ള നേതാക്കളാണുള്ളത്. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. VS പാർട്ടിക്ക് താരമല്ലാതായോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 66 15 881. വാട്സപ്പ് വീഡിയോയും പ്രതികരണങ്ങൾ അറിയിക്കുക. ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്ന വിഷയം VS പാർട്ടിക്ക് താരമല്ലാതായോ എന്നാണ്. ഈ വിഷയത്തോട് പ്രതികരിക്കാൻ പ്രേക്ഷകർ ടെലിഫോൺ ലൈനിലുണ്ട്. ആദ്യം ബാലരാമപുരത്ത് നിന്ന് ശിവദാസൻ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ ശിവദാസൻ, ഈ താരപ്രചാരകരുടെ പട്ടിക, പ്രത്യേകിച്ചും CPM-ൽ ആ ഒരു പട്ടിക പരിശോധിക്കുമ്പോൾ മുന്നിൽ നിൽക്കുക എപ്പോഴും VS അച്യുതാനന്ദൻ തന്നെയായിരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതും അതുതന്നെയാണ്. പക്ഷേ ഇപ്പോൾ പ്രധാനമായി ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രചരണ രംഗം പ്രധാനമായും പരിശോധിക്കുമ്പോൾ, ഫ്ലക്സുകൾ പരിശോധിക്കുമ്പോൾ, ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ VS-ന് അത്ര പ്രാധാന്യമില്ലയോ എന്നൊരു സംശയം പല ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള തലങ്ങളിലും ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതിനെല്ലാം ഒരു മറുപടിയാണെന്ന് VS നൽകിയിരിക്കുന്നത്. അതും ചുട്ട മറുപടി, മികച്ച വാക്കുകൾ കൊണ്ട് ഗംഭീരമായി അദ്ദേഹം അത് അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി കൂട്ടി വായിച്ചുകൊണ്ട് ആ പ്രതികരണം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യം VS പാർട്ടിക്ക് താരമല്ലാതായോ എന്നുള്ളതാണ്. എന്താണ് പ്രതികരണം? നമസ്കാരം. അതായത് VS സഖാവ് എന്നും ഇന്ത്യ മകത ജ്വലിക്കുന്ന ഒരു ചുവന്ന ഒരു സിംഹമാണ്, ദൈവമാണ്. അദ്ദേഹത്തിനെ പാർട്ടിപരമായി ഉപദ്രവിച്ചാൽ ഒതുക്കിയിട്ടുന്ന കാലഘട്ടങ്ങളാണ് അന്നും ഇന്നും. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആണെങ്കിലും പിണറായി വിജയന് എങ്ങനെയെങ്കിലും തറപറ്റിക്കാൻ നോക്കുന്ന ഏക വ്യക്തിയാണ് കോടിയേരി ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ കൊടുക്കുന്ന ലിസ്റ്റാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. കാരണം ഈ കാണിക്കുന്ന എല്ലാ അഴിമതികൾക്കും എല്ലാ ദുഷ്ടഭജനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയല്ല, കോടിയേരി ബാലകൃഷ്ണനാണ്. അദ്ദേഹമാണ് നമ്മളെ VS-ന് ഈ താരപ്രചാരം വന്ന് ഒഴിവാക്കിയത്. പക്ഷേ എത്ര വർഷമായാലും എത്ര കാലങ്ങൾ ചെന്നിരുന്നാലും അച്യുതാനന്ദനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിനെ വെക്കുവാൻ കോടിയേരിക്കോ ബാലകൃഷ്ണനോ ഇളമരം കരീമിനോ ഏതെങ്കിലും ഒരു CPM കാരനുണ്ടോ? യവന്മാർക്ക് എല്ലാം കൊണ്ട് നിറഞ്ഞു. തീർച്ചയായും താങ്കളുടെ നിലപാട് വ്യക്തമാണ്. പ്രതികരിച്ചതിന് നന്ദി. ബാലരാമപുരത്ത് നിന്ന് ശിവദാസൻ എന്ന പ്രേക്ഷകന്റെ അഭിപ്രായമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേട്ടത്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു, കൊല്ലത്ത് നിന്ന് വിഷ്ണു. ശ്രീ വിഷ്ണു, ഇവിടെ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ ഒരു പട്ടികയുണ്ട്. അതിൽ പിണറായി വിജയൻ മുതൽ ഇളമരം കരീം വരെയുള്ളവരുടെ പട്ടികയാണ് ഉള്ളത്. VS അച്യുതാനന്ദൻ ആ പട്ടികയിൽ പെടുന്നില്ല. അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾക്കുമെല്ലാം ആ ഒരു തരത്തിലുള്ളൊരു പട്ടികയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എങ്കിൽ കൂടിയും പൊതുവെ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു പ്രാധാന്യം കുറയുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത്, പ്രചരണ രംഗത്ത് എന്നുള്ളൊരു സംശയം ചില ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അല്ല, ശരിക്കും പാർട്ടിയുടെ കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരേ ഒരു നേതാവ് അദ്ദേഹം മാത്രമല്ലേ ഉള്ളൂ. ഇപ്പൊ ശരിക്കും പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്നതിന് പകരം ക്യാപിറ്റലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മോണോപൊളിസ്റ്റിക് എന്നാകേണ്ടതായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നയങ്ങളല്ല, അവർ ഫോഴ്സ്ഫുള്ളാണ്. അവർക്ക് ആണുങ്ങളെ പോലെ വ്യക്തമായിട്ട് പറയാം, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ലോകത്ത് എല്ലാം ഓർഡർ മാറിപ്പോയി, നമ്മളായിട്ട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങളതുകൊണ്ട് സാധാരണ രീതിയിൽ നമ്മൾ ബാക്കിയുള്ള രീതികളിൽ നീങ്ങുന്നു, അങ്ങനെ പറയേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ സ്വന്തം അച്ഛനും അമ്മയും വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാമർ ഇല്ലാതാവുന്നു തോന്നുന്ന മക്കളെ കണക്കാണ് എനിക്ക് തോന്നുന്ന അണികൾ. ഇപ്പം അണികളിൽ എല്ലാവരും കുറ്റം പറയത്തില്ലേ, എങ്കിലും ഞാൻ പറയുന്നത് പുതുതായിട്ട് കയറി വന്ന കുറെ ആൾക്കാരുണ്ട്. അവര് ശരിക്കും പറഞ്ഞ പാർട്ടി, നമ്മളൊക്കെ പണ്ട് പാർട്ടിയിൽ SFI എന്നൊക്കെ പറഞ്ഞ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു നയം ഉണ്ടായിരുന്നു, എന്താണ് പാർട്ടി, എന്താണ് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അതൊക്കെ പക്ഷെ അധികം ദൂരെ വളരെ പോയി.
എന്ന് പറഞ്ഞാൽ ഇപ്പം വേറെ കോൺഗ്രസിനോട് വോട്ട് ചെയ്യാൻ പോലും തോന്നുന്നതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെ എന്തിനാണ് നമ്മളിതൊക്കെ പറയുന്നതെന്ന് പോലും അർത്ഥമില്ലാത്ത കണക്ക് തോന്നിപ്പോകും. ശരി, നന്ദി അഭിപ്രായം അറിയിച്ചതിന്. കോയമ്പത്തൂരിൽ നിന്നും രമണൻ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ രമണൻ, താരപ്രചാരകരുടെ പട്ടികയിൽ താനില്ലെങ്കിലും പ്രചരണ രംഗത്ത് സജീവമായി തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് വി.എസ്. അച്യുതാനന്ദൻ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ വായിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വളരെ ശക്തമായ ഭാഷയിൽ തന്നെ എന്തുകൊണ്ട് താൻ ഈ പ്രചരണ രംഗത്ത് സജീവമാകണം എന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടിക്കുള്ള ഒരു മറുപടിയായി കാണുന്നുണ്ടോ? എന്താണ് നിലപാട്? തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളൊരു മറുപടി തന്നെയാണ്, വ്യക്തമായ ഒരു മറുപടി തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരു 20 വർഷക്കാലമായിട്ട് കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും സഖാവ് വി.എസ്. അച്യുതാനന്ദന്റെ പ്രചരണത്തിലാണ് ഈ ഗവൺമെന്റ് നിലനിന്നത്. എല്ലാ വിധത്തിലും LDFന്റെ മുന്നേറ്റം VS എന്നുള്ള ഒറ്റ വ്യക്തിയുടെയാണ്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ജനപിന്തുണയുള്ള ഒരു ലീഡർ എന്ന് പറയുമ്പം വി.എസ്. അച്യുതാനന്ദനാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ഒതുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയത് ഈ പിണറായി വിജയനും ഒരു ഗ്രൂപ്പുമാണ്. ആ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് നേതാക്കന്മാരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ജനങ്ങളുടെ പിന്തുണ ഒരിക്കലും ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു കാരണം. VSന്റെ വോട്ട് തന്നെ എപ്പോഴും നിർണായകം. VSന്റെ ജനപിന്തുണ മാത്രമാണ് പാർട്ടിക്കുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന് അത് തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോണത്. നന്ദി. കോയമ്പത്തൂരിൽ നിന്നും രമണൻ എന്ന പ്രേക്ഷകനാണ്. മറ്റൊരു പ്രേക്ഷകൻ വെണ്ണൂരിൽ നിന്നും പ്രദീപ് എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ പ്രദീപ്, ഈ കാര്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ ചോദ്യം VS പാർട്ടിക്ക് താരമല്ലാതായോ എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായും പറയുന്ന VS പ്രചരണ രംഗത്തെല്ലാം ഉണ്ടാകും, വേദികളിൽ അദ്ദേഹം പ്രസംഗിക്കും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ കമ്മീഷനിലേക്ക് ഒരു പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല. കൂടുതലായി കാര്യങ്ങൾ, ഫ്ലക്സ് അടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രചരണ രംഗം പരിശോധിക്കുമ്പോൾ അത്തരം ഒരു സജീവമായി VS ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത്, പ്രചരണ രംഗത്ത് ഇല്ലേ എന്നൊരു സംശയം പല ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ ഫേസ്ബുക്കിൽ അദ്ദേഹം കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം ശ്രീ സജി. നമ്മളെ ഒരു അടിസ്ഥാന അല്ലെങ്കിൽ സാധാരണക്കാരന്റെ മനസ്സിലെ ദൈവസമാനമായ ഒരു വ്യക്തിയാണ് ശ്രീ V.S. അച്യുതാനന്ദൻ. ഇപ്പോ നമ്മള് ഒരുപാട് നേതാക്കന്മാരെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും VSനുള്ളൊരു ജനപിന്തുണ ഇപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കും ഇല്ല. ശരിക്കും പറഞ്ഞാല് മറ്റ് രാഷ്ട്രീയക്കാർ പോലും VSനെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു. കാരണം പുള്ളി ചില കമന്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോലും അതിനെ അവർ കാര്യമായിട്ട് എടുക്കാറില്ല. കാരണം അത്രയ്ക്കധികം ജനങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഒരു നേതാവാണ് ശ്രീ V.S. അച്യുതാനന്ദൻ. എതിർ കക്ഷിക്ക് പോലും അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരനും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരെല്ലാം കൂടെ ചേർന്ന് ഇദ്ദേഹത്തിനെ ഒതുക്കുകയാണ്. ഒരുപക്ഷെ പ്രായാധിക്യം അതിനൊരു കാരണമാവാം. പിന്നെ അദ്ദേഹത്തിന്റെ താരമൂല്യം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെ കൊണ്ട് എവിടെ ഇരുത്തി കഴിഞ്ഞാലും ഇപ്പോഴും 4 ആൾ കൂടും. അത് പാർട്ടി മനസ്സിലാക്കുന്നില്ല. ആ പാർട്ടി വേറെ ഏതോ ലെവലിലോട്ട് മാറി ആ പാർട്ടിയുടെ ഗതിയെ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശ്രീ V.S. അച്യുതാനന്ദൻ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് എൻ്റെ അഭിപ്രായം. ശരി, നന്ദി അഭിപ്രായം അറിയിച്ചതിന്. കണ്ണൂരിൽ നിന്നും ദാസൻ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ ദാസൻ, ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും അധികം ജനപിന്തുണയുള്ള നേതാവ് VS തന്നെയാണ് എന്നാണ് പ്രേക്ഷകർ ഇതുവരെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ദശാബ്ദങ്ങൾ നീണ്ട പ്രവർത്തന പാരമ്പര്യമുണ്ട്, സമര പോരാട്ടങ്ങളുണ്ട്, അതെല്ലാം ഉണ്ട് V.S. അച്യുതാനന്ദന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രചരണം നമ്മൾ കണ്ടതാണ്. അവിടെ തടിച്ചുകൂടിയ ജനങ്ങളെ കണ്ടതാണ്. ഇപ്പോഴും അദ്ദേഹം ഈ സജീവമായി തന്നെ ഈ പ്രചരണ രംഗത്തുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. അവിടെയും വലിയ ജനക്കൂട്ടം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനുണ്ട്. പക്ഷേ വേണ്ടത്ര ഒരു പ്രാധാന്യം അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പൊതുവായി ഉയരുന്നു. ആ സംശയത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അല്ല, ഇതിപ്പോ 64 പാർട്ടി രണ്ടാകുമ്പോ അന്ന് പാർട്ടി ഇറങ്ങി വന്ന കൂട്ടത്തിൽപ്പെട്ട് ജീവിച്ചിരിക്കുന്ന മിക്കവാറും ഇയാളെ ഒന്നും തോന്നുന്നു അച്യുതാനന്ദൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത്രയും കാലം ഈ നാട്ടിന് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത ആൾ ഇനിയുള്ള കാലമെങ്കിലും പുള്ളി വിശ്രമിക്കണ്ടേ? നമ്മൾ പാർട്ടിയെ മാത്രം കുറ്റപ്പെടും. ഇപ്പൊ ഒരു 10, 90, 94 വയസ്സായ സമയത്ത് ഇപ്പൊ തന്നെ പുള്ളി നടക്കണക്ക് 2-3 ആൾ സഹായം വേണം. ആ അവസ്ഥയിലുള്ള മനുഷ്യൻ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് അവര് അദ്ദേഹത്തിന്റെ ക്യൂബയിലെ ഫിഡൽ കാസ്ട്രോ സ്ഥാനമാണ് കേരളത്തിലെ VS കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് VS അത് മനസ്സിലാക്കിയിട്ട് പാർട്ടിക്കെതിരായിട്ട് ഒന്നും പറയാതെ ഒരു അച്ചടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഇനി ബാക്കി ശിഷ്ടകാലം
സുഖമായിട്ട് മക്കളെയും പേരമക്കളെയൊക്കെ കൂടെ പക്ഷെ അദ്ദേഹം തന്നെ പറയുന്ന അദ്ദേഹത്തെ പ്രായം തളർത്തുന്നില്ല എന്നുള്ളതാണ്. ഇനിയും വളരെ സജീവമായി പ്രചരണ രംഗത്ത് നിൽക്കാൻ താൻ തയ്യാറാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രചരിപ്പിക്കാനുള്ളത് സംശുദ്ധ ആശയങ്ങളാകുമ്പോൾ തൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണെന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ. അല്ല, അത് ശരിയായിരിക്കും. പക്ഷെ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ജനങ്ങൾ നമുക്ക് വളരെ സ്നേഹം അച്യുതാനന്ദ, പക്ഷെ അയാളുടെ സ്നേഹം കൊണ്ടാണ് പറയുന്നത് ഇനിയുള്ള കാലമെങ്കിലും നല്ല സുഖമായിട്ട് മക്കൾക്കും പേരമക്കൾക്കും കൂടെ നല്ല നല്ല കാര്യങ്ങൾ ഉപദേശകരെടുക്കട്ടെ. എല്ലാത്തിനും നേതാവായിരുന്ന എല്ലാത്തിനും ഉപദേശകർ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് പാർട്ടി സ്ഥാനവും കൊടുക്കും അയാൾക്ക്. അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട, നല്ല അത്രക്കുള്ള കമ്മ്യൂണിസ്റ്റാനാകുമ്പോൾ അതാ വേണ്ട. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ. നന്ദി. ശ്രീ ദാസൻ കണ്ണൂരിൽ നിന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകാം. രാജൻ, ശ്രീരാജൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് VS പാർട്ടിക്ക് താരമല്ലാതായോ എന്ന ചോദ്യത്തോട് താങ്കളുടെ നിലപാട് ഏത് തരത്തിലാണ്? ഹലോ, കേൾക്കാം, പറയൂ. ഹലോ. ഇതിപ്പോ വലിയൊരു ഇഷ്യൂ ആക്കാനുള്ള കാരണങ്ങളൊന്നും കാണുന്നില്ല. കാരണം VSന് ഇത്രയും പ്രായമായി, പിന്നെ അർഹിക്കേണ്ട സ്ഥാനങ്ങളെല്ലാം പുള്ളിക്ക് പാർട്ടി കൊടുത്തിട്ടുമുണ്ട്. ഇതിലിപ്പോ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. കാരണം ഇപ്പൊ തന്നെ നേരത്തെ പ്രശ്നം പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പൊ വലിയൊരു ഇഷ്യൂ ആക്കുന്നത് തന്നെ ഒരു ഇലക്ഷന്റെ പുള്ളിയെ കൊണ്ട് നിർബന്ധിച്ച് പ്രതികരിപ്പിച്ചതാണ് ഇപ്പൊ ഫേസ്ബുക്ക് വഴി മാധ്യമങ്ങളുടെ ഇത് വെച്ചിട്ട്. അതൊക്കെ ഒരു തെറ്റായിട്ട് കാര്യങ്ങൾ. പാർട്ടിക്കാർക്ക് എപ്പോഴും CPM-കളിൽ എല്ലാ ആൾക്കാർക്കും അദ്ദേഹത്തിന് ഇപ്പം അവരുടെ മനസ്സിൽ നല്ല സ്ഥാനം തന്നെ ഇപ്പോഴും ഉള്ളത്. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പോ ഇലക്ഷന് വേണ്ടിയുള്ള ഒരു ഇതാണ്, VSനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു നോട്ടം മാത്രമേ ഇതിനകത്ത് ഞാൻ കാണുന്നുള്ളൂ. അവിടെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഫേസ്ബുക്കിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ആ പ്രായത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും അതൊന്നും തൻ്റെ പ്രചരണത്തിന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് കൂടുതൽ സജീവമാകുന്നതിന് തടസ്സമാകില്ല എന്നുള്ളത് തന്നെയാണ് ആ വാക്കുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശത്രു വാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ എല്ലാവരും താരപ്രചാരകരാണെന്നാണ് VS പറയുന്നത്. അല്ല, അദ്ദേഹം ഇപ്പോഴും താരം തന്നെയാണല്ലോ, ഇപ്പോഴും പ്രചരണത്തിന് മുൻനിരയിലുണ്ടല്ലോ. പക്ഷേ അത്രത്തോളം പ്രാധാന്യം കാണുന്നുണ്ടോ? ഈ പോസ്റ്ററുകൾ തന്നെ പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഫ്ലക്സുകൾ തന്നെ പരിശോധിച്ചാൽ അവിടെയൊക്കെ എത്രത്തോളം പ്രാധാന്യം കാണുന്നുണ്ട്? ഏതൊക്കെ പോസ്റ്ററുകളിൽ അല്ലെങ്കിൽ ഫ്ലക്സുകളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കൂടുതലായി കാണുന്നുണ്ട്? എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ പറയട്ടെ, പ്രായമാകുമ്പോൾ അനുസരിച്ചുള്ള മാറ്റം. ഞാൻ പറയാം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന പാലോളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന സഹാവ് എത്ര നല്ല ഒരു CPM-ലെ ഒരു പ്രവർത്തകനായിരുന്നു. ഇപ്പോഴും അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത്ര പ്രാധാന്യം പഴയ പോലെ പുള്ളിക്കില്ലല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അതിനെ കുറിച്ച്. ശരി, ഓക്കെ. പ്രായമാകുമ്പോൾ നന്ദി ശ്രീ രാജൻ പ്രതികരിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ കോഴിക്കോട് നിന്ന് സുർജിത്ത്, എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രധാനമായും അവസാനമായി പ്രതികരിച്ച രണ്ട് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹത്തിൻ്റെ പ്രായത്തെക്കുറിച്ചും മറ്റുമൊക്കെയാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന വാക്കുകളെല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മനസ്സിലാക്കേണ്ടതുമാണ്. എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത്? വിശ്രമം ആവശ്യമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ പാർട്ടി അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം പാർട്ടിയുടെ എല്ലാ ജില്ലകളിലും ഈ VS വരുന്നുണ്ട് അടുത്തടുത്ത ദിവസങ്ങളിൽ. ഇത് ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല, അതായത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഇന്നല്ല, നാളെയും മറ്റന്നാളും അതിന് ശേഷമൊക്കെ. ഹലോ, കേൾക്കുന്നുണ്ട്, തുടരാം. അതിനുശേഷമൊക്കെ VS ഇനിയും വരാനുണ്ട്. ഇപ്പൊ ഞാൻ കോഴിക്കോട് നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇനിയിപ്പം മറ്റന്നാൾ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യും, നിങ്ങളുടെ ന്യൂസ് വെച്ചത് കൊണ്ട് മാത്രം ഞങ്ങൾ VSനെ കോഴിക്കോടേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ. പക്ഷെ VS ഇനി കാസർഗോഡ് വരെ വരുന്നുണ്ട് എന്നാണ് എന്റെ അറിവിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ VS പ്രായമുണ്ടല്ലോ, പ്രായ ആൾക്കാർക്ക് കുറച്ച് പ്രോഗ്രാം കുറച്ച് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിമർശനങ്ങളാണ്. എൻ്റെതായ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. അതായത് VS അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വേദിയിലെത്തും, അക്കാര്യത്തിൽ സംശയമില്ല. താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ വരുന്ന ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം കോഴിക്കോട് അടക്കം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം സഞ്ചരിക്കും, പാർട്ടിക്ക് വേണ്ടി ശക്തിയുക്തം വാദിക്കും, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കും, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കേന്ദ്രീകരിച്ചായിരിക്കും ഈ ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുള്ളൊരു കാര്യങ്ങൾ പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. കാരണം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണല്ലോ ഇതെല്ലാം നടക്കുന്നത്. അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ നടത്തുന്ന പ്രചാരണങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അവരായിരിക്കുമല്ലോ ലീഡ് ചെയ്യുക. ഓക്കെ. കോഴിക്കോട് നിന്ന് സുർജിത്ത് എന്ന പ്രേക്ഷകനാണ്. പൊതുവേദിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട VS പാർട്ടിക്ക് താരമല്ലാതായോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രേക്ഷകർ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ടെലിഫോൺ ലൈനിലുണ്ട്. കോഴിക്കോട് നിന്ന് വിനോദ് എന്ന പ്രേക്ഷകനാണ് ടെലിഫോൺ ലൈനിലുള്ളത്. വിനോദ്, ചോദ്യം, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം
വി എസിനെ കുറിച്ചാണ്. വി എസ് പാർട്ടിക്ക് താരമല്ലാതായോ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ രംഗത്ത് അദ്ദേഹം അത്ര സജീവമല്ല, അല്ലെങ്കിൽ അദ്ദേഹം താരപ്രചാരകരുടെ പട്ടികയിൽപ്പെട്ടിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഈ മാധ്യമങ്ങളിലടക്കം വാർത്തകളായി വന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. താൻ ശക്തിയുക്തം തന്നെ ഈ പ്രചരണ രംഗത്തുണ്ടാകും എന്നുള്ള സൂചനകളും അദ്ദേഹം നൽകുന്നുണ്ട്. എന്താണ് താങ്കൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്? വി എസ് ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹത്തിന് ഇന്നും സാഹചര്യത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. ശ്രീ വിനോദ് കേൾക്കുന്നുണ്ടോ? അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഗോപൻ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ ഗോപൻ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്, താങ്കളുടെ നിലപാട്? എനിക്ക് പറയാനുള്ളത്, വി എസ് അച്യുതാനന്ദനെ ഒരു സമയത്ത് ഇവർക്ക് ആവശ്യമുണ്ടായിരുന്നു, പാർട്ടിക്ക് ആവശ്യമുണ്ടായിരുന്നു. അത് പിണറായി വിജയന്റെ ഉരുക്കുമുഷ്ടിയും മർക്കട മുഷ്ടിയും ഉപയോഗിച്ച് അദ്ദേഹത്തെ തഴയുകയായിരുന്നു. കോടിയേരിക്കും അതിൽ തുല്യമായ പ്രാതിനിധ്യവും പങ്കുമുണ്ട്. ഇവർ എന്തിനാണ് ഈ വി എസ് അച്യുതാനന്ദനെ ഇങ്ങനെ വെറുക്കുന്നു? അപ്പോൾ അവരുടെ ആവശ്യം കഴിഞ്ഞു, അവർ ഇപ്പോൾ ചവറ്റുകുട്ടയിലിട്ടു. ആ ഒരു പ്രവണത അതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ ചവറ്റുകുട്ടയിലിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആവശ്യമില്ല. ആവശ്യമുണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ സത്ത് മുഴുവൻ പിഴിഞ്ഞെടുത്തു ഈ പാർട്ടി. എന്താണ് ഈ CPM? എന്താണ് ഈ ഇടതുപക്ഷം? ഇവരെന്താണ് കാണിക്കുന്നത്? ശരി, നന്ദി പ്രതികരിച്ചതിന്. തിരുവനന്തപുരത്ത് നിന്ന് ഗോപൻ എന്ന പ്രേക്ഷകൻ. മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകാം. ചെന്നൈയിൽ നിന്നും അരുൺ എന്ന പ്രശ്നങ്ങളിലേക്ക് പോകാം. ശ്രീ അരുൺ, ഈ താരപ്രചാരകരുടെ പട്ടികയിൽ താനില്ലെങ്കിലും പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടാകും എന്നാണ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ പറയുന്നത്. ആ വാക്കുകൾ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അത് ആർക്കെങ്കിലും ഉള്ള മറുപടിയാണോ? പുള്ളി പറയുന്നത് ആ പാർട്ടിയോടുള്ള ആത്മാർത്ഥം കൊണ്ടാണ് പുള്ളിയെ പറയുന്നത്. എന്നെ ആരും സ്വീകരിച്ചില്ലെങ്കിലും ഞാൻ താരപ്രജ എന്നല്ല പ്രജയാണെന്ന് പുള്ളി പറയുന്നത്. അതിന്റെ സത്യാവസ്ഥ അത് തന്നെ. ഒന്ന്. രണ്ടാമത് പിന്നെ പുള്ളിക്കാരൻ പറയുന്നത് ശത്രുവാദികൾ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നതിന്റെ ഉദാഹരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാലങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ ഈ മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് ഈ പശ്ചിമ ബംഗാളിലെ പോലെ കേരളത്തിലും വരാൻ സാധ്യത ഉണ്ടെന്ന് കാണിക്കുന്നതിന്റെ ഒരു തെളിവാണ്. പിന്നെ എന്റെ ദൃഷ്ടിയിൽ ഞാൻ കണ്ടിടത്തോളം EK നായനാറിന് ശേഷം മാർക്സിസ്റ്റിലോ അല്ലെങ്കിൽ CPM-ലോ CPI-ലോ അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ മനുഷ്യനേ ഉള്ളൂ. പിന്നെ പുള്ളിയുടെ വായന ചില സമയത്ത് ചില സംബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ വീഴുന്നുള്ളേ ഉള്ളൂ. എന്നാലും ഇന്നും ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ആദ്യം അറിയുന്നത് അച്യുതാനന്ദനാണ്. അതിനുശേഷമാണ് ഈ പിണറായിയും ഈ കോടിയേരിയും ഒക്കെ അറിയപ്പെടുന്നത്. പക്ഷെ ഇവര് എന്റെ സുഹൃത്ത് കുറച്ചു മുമ്പ് പറഞ്ഞതിനോട് പുള്ളി ഒരു മാർക്കടേനായിട്ട് മാറ്റി ഇവർ ഒരുക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഇവരുടെ സ്ഥാനം അല്ലെങ്കിൽ ഇവരുടെ ആധിപത്യം നഷ്ടപ്പെടുന്നുള്ള ഒരു പേടി കൊണ്ട് മാത്രം പുള്ളി ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പുള്ളി, ഞാൻ പറഞ്ഞത് ഇവരെ ചേർത്തില്ലെങ്കിലും പുള്ളി ആവുന്ന കാലം വരെ അത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി. ചെന്നൈയിൽ നിന്നും അരുൺ എന്ന പ്രേക്ഷകൻ. കൂത്താട്ടുകുളത്ത് നിന്ന് നീന എന്ന പ്രേക്ഷകയിലേക്ക് പോകാം. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? ഈ സംശുദ്ധ രാഷ്ട്രീയം, ഒപ്പം തന്നെ സംശുദ്ധ ആശയം, അതെല്ലാം തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണ രംഗത്ത് സജീവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലും വിശദമായി തന്നെ അദ്ദേഹം ഈ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് ആ വാക്കുകൾ അല്ലെങ്കിൽ ആ ഫേസ്ബുക്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? തീർച്ചയായും അത് CPM-ന്റെ മുഖത്തേറ്റ് ഒരു അടിയായിട്ട് വേണം നമ്മൾ വിലയിരുത്താൻ. ഒരു പട്ടികയിൽ മാത്രം ഒതുക്കപ്പെടേണ്ട പേരല്ല ശ്രീ വി എസ് അച്യുതാനന്ദന്റേത്. വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന താരപ്രചാരകൻ, അത് ഇവർ മാറ്റി നിർത്തിയാലും ഇല്ലെങ്കിലും അദ്ദേഹം എന്നും ജനമനസ്സുകളിൽ താരപ്രചാരകൻ തന്നെയാണ്. ഇത്ര ജനകീയനായ ഒരു നേതാവ് CPM-ൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. കഴിഞ്ഞ ഇലക്ഷന് വരെ വി എസിനെ ഇവർക്ക് ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഈ ഇലക്ഷന് അദ്ദേഹത്തിനെ മാറ്റി നിർത്താനാണ് ശ്രമിക്കുന്നത്. എന്ത് തന്നെ കാരണമായാലും അദ്ദേഹത്തിന്റെ മറുപടി അവർക്ക് നൽകുന്ന ഒരു അടിയായിട്ട് തന്നെയാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. കാരണം അത്ര വ്യക്തമായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ശത്രു പടിവാതിൽക്കൽ എത്തി നിർത്തുന്ന ഈ കാലഘട്ടത്തില് ഓരോ വ്യക്തിയും, കേരളത്തിലെ ഓരോ വ്യക്തിയും താരപ്രചാരകരാണ് എന്നാണ് വി എസിന്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്തായാലും അത് CPM-ന്റെ മുഖത്തേറ്റ് ഒരു അടിയായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ശരി, നന്ദി പ്രതികരിച്ചതിന്. കൂത്താട്ടുകുളത്ത് നിന്ന് നീന എന്ന പ്രേക്ഷക. മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ബാലകൃഷ്ണൻ കണ്ണൂരിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് പറയാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊതുവേദി ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ നിലപാട്.
VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റാണ്. അയാളുടെ മനസ്സിൽ വേറെ കളങ്കമില്ല. ആ കളങ്കമില്ലാത്ത അയാളെയാണ് കുറെ കാലമായിട്ട് VS പുറത്താക്കാൻ, പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ പിണറായി ആളുമ്പാളൊക്കെ ഇന്നത്തെ പാർട്ടി നേതൃത്വം വളരെ പരിശ്രമിച്ചു. അത് ജനങ്ങളുടെ പ്രതിഷേധത്തുകൊണ്ടാണ് പിന്നീടും അയാളെ പാർട്ടിയിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് പുറത്താക്കാതിരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞത്. അയാൾക്ക് ഇപ്പം പാർട്ടി തുടരാൻ കഴിഞ്ഞത് ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ടാണ്. ഈ പിണറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല. കാരണം സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് തോക്കിന്റെ കുണ്ടിയൊക്കെ കൊണ്ട് നടക്കുന്ന ആളാണ് പിണറായി. ഒരു നേതാവിനെന്തിനാണ് തോക്കും ജനങ്ങളല്ലേ അവരെ ഏറ്റവും വലിയ ആയുധങ്ങൾ. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് പിണറായിനെ പോലത്തുള്ള ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് VS എപ്പോഴും ജനങ്ങളുടെ നേതാവ് തന്നെയാണ്. VS പോലത്തെ പച്ചയായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്നും കാണാൻ കഴിയില്ല. 375 കോടി ഉറുപ്പികന്റെ അഴിമതി രാവൽ കേസിൽ പൊതുഖജനാവിന് നഷ്ടപ്പെട്ടതിനോട് അനുബന്ധിച്ചാണ് VSന്റെ നേരെ പിണറായിയും ഇന്നത്തെ നേതൃത്വവും VSനെതിരായിട്ട്. ശരി ശരി. ഓക്കെ, കണ്ണൂരിൽ നിന്നും ബാലകൃഷ്ണൻ എന്ന പ്രേക്ഷകന്റെ നിലപാടാണ് കേട്ടത്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. കോഴിക്കോട് നിന്ന് ആനന്ദകൃഷ്ണൻ. ശ്രീ ആനന്ദകൃഷ്ണൻ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ ഘട്ടത്തിലെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തെല്ലാം ഒരു പട്ടിക കൊടുക്കാറുണ്ട്. ഈ പ്രചരണ രംഗത്ത് ആരൊക്കെ ഉണ്ടാവും, ഏതൊക്കെ വ്യക്തികളാണ് ഇതിലുള്ളത്. അപ്പോൾ അത് താരപ്രചാരകരുടെ അടക്കമുള്ളവരുടെ ഒരു പട്ടിക തന്നെയായിരിക്കും എല്ലാ പാർട്ടികളും നൽകുക. CPM നൽകിയ പട്ടികയിലും പിണറായി മുതൽ ഇളമരം കരീം വരെയുള്ളവരുണ്ട്. VS ആ പട്ടികയിൽ പെട്ടില്ല. പക്ഷേ ആ പട്ടികയിൽ പെട്ടില്ല എന്ന് കരുതി അദ്ദേഹം താരമല്ലാതാകുമോ? ഒരിക്കലും അല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാർട്ടിയുടെ നെടുന്തൂണായിരുന്നു. വളരെ കാലം മുമ്പേ തന്നെ വളരെ നെടുന്തൂണായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പം പ്രായം കൂടുതലായിട്ടുള്ള ഒരു കാര്യം അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ പരിഗണിച്ചിട്ടില്ല. സംശുദ്ധ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ കേരള ഹൈക്കോടതിന്റെ അകത്തൊരു കേസ് വന്ന് ഐസ്ക്രീം പാർലർ കേസ്, അത് സർക്കാർ കൊടുത്തിരിക്കുന്നത്, കേരള സർക്കാർ, അതായത് പാർട്ടിയുടെ സർക്കാർ കൊടുത്തിരിക്കുന്നത് VSനെതിരായിട്ടാണ്. അങ്ങനെ പല കാര്യങ്ങൾ ഇപ്പോ ഇവിടെ പിന്നെ ഈ ഇതിൻ്റെ അകത്തുള്ള നയം, കാഴ്ചപ്പാട്, സൈദ്ധാന്തിക തലം ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വ്യതിചലിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് പിന്നെ PV അൻവറിനെയാണ് പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാലോ കാര്യങ്ങൾ. അതുപോലെ തന്നെ INLനെ പിന്നെ മുന്നണിയിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി INL എന്താ കാഴ്ചപ്പാടെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇങ്ങനെ പ്രതികരിച്ചതിന് നന്ദി. കോഴിക്കോട് നിന്ന് ആനന്ദകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. മാർട്ടിൻ അങ്കമാലിയിൽ നിന്നും. ഇവിടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ എല്ലാവരും താരപ്രചാരകരാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അവിടെ ചിലപ്പോൾ പട്ടികയിൽ ചിലവരുടെ പേരുണ്ടെങ്കിലും അതൊന്നും താൻ കണക്കാക്കുന്നില്ല. താൻ അടക്കമുള്ളവരെല്ലാം ഈ താരപ്രചാരകർ തന്നെയാണ് എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതുകയും തൻ്റെ ആ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെ കാണുന്നു? അദ്ദേഹം പറഞ്ഞതാണ് ശരി. കാരണം ഒരു അജയനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ശ്രീ VS. ഹലോ, കേൾക്കുന്നുണ്ട്, പറയാം. കൊടിയൊരു പിണറായിയോ വിചാരിച്ചാൽ മാറ്റാവുന്ന ഒരാളല്ല VS. അജയനായിട്ട് തന്നെ നിലകൊള്ളുന്ന അദ്ദേഹത്തിന്റെ ഫോട്ടോമോ അല്ലെങ്കിൽ അത് ഇത്രയും വയസ്സായില്ലേ, അദ്ദേഹത്തിന് ഇങ്ങനെ നടന്നുള്ള പ്രചരണം വേണ്ട. അദ്ദേഹം വീട്ടിൽ നിന്ന് പ്രസംഗിച്ചാലും മതി ജനങ്ങൾ വോട്ട് ചെയ്യാനായിട്ട്. അതാണ് VS അച്യുതാനന്ദൻ. പക്ഷെ അങ്ങനെ ഒരു ഉദ്ദേശം പാർട്ടിക്ക് ഉണ്ടാകുമോ? തീർച്ചയായും ആ വ്യക്തിത്വത്തെ എന്തായാലും പാർട്ടി മാനിക്കും. അണികളാണ് പാർട്ടികൾ, അല്ലെങ്കിൽ നേതാക്കളല്ല പാർട്ടികള്. ഞാൻ വിശ്വസിക്കുന്ന അതാണ്. കാരണം ഒരു അണിയല്ല, ഒരു നേതാവല്ല പാർട്ടി, പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ കൂടെ എന്ന് നിലകൊള്ളുന്ന ഒരാളാണ് അച്യുതാനന്ദൻ. ശരി, നന്ദി പ്രതികരിച്ചതിന്. കൊച്ചിയിൽ നിന്നും പ്രവീൺ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ പ്രവീൺ, അവസാനമായി ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ള നിലപാട്? ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ VSന്റെ ഒരു സാന്നിധ്യം അത് ഏത് തരത്തിലാണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? VSനെ ഇപ്പം ഹലോ കേൾക്കുന്നുണ്ട്, പറയാം. VSന് ഇപ്പം നമുക്ക് 93 വയസ്സായി. ഞങ്ങളെ വീട്ടിലൊരു അപ്പൂപ്പനോ അല്ലെങ്കിൽ പ്രായമേറിയ ആളാണെങ്കിൽ നമ്മൾ അതിൻ്റെതായ ബഹുമാനം നൽകും. പാർട്ടി അദ്ദേഹത്തിന് എല്ലാ ബഹുമാനവും നൽകിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് വേണ്ട പ്രാധാന്യം നൽകുന്നുണ്ട്. അത് ഈ തരത്തിൽ മതിയെന്നാണോ താങ്കൾ പറയുന്നത്? പ്രായം കണക്കാക്കണം. നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് വ്യക്തമാണ് അദ്ദേഹം എന്നും ഇടതുപക്ഷക്കാരനാണ്.
പക്ഷെ പ്രായം തനിക്ക് ഇപ്പോൾ ഈ കൂടുതൽ സജീവമായി രംഗത്തിറങ്ങുന്നതിന് ഒരു തടസ്സമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആണ്. എന്നിരുന്നാലും നമ്മൾ യാഥാർത്ഥ്യം അംഗീകരിക്കണമല്ലോ. ശരി, ഓക്കെ. കൊച്ചിയിൽ നിന്നും പ്രവീൺ എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. ഇന്ന് പൊതുവേദി ചർച്ച ചെയ്ത വിഷയം PS പാർട്ടിക്ക് താരമല്ലാതായോ എന്നുള്ളതായിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടത്. ഇന്നത്തെ പൊതുവേദിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. പ്രതികരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പൊതുവേദി പൂർണ്ണമാകുന്നു. നമസ്കാരം.